പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അനന്തപുരി. തലസ്ഥാനത്ത് 2 പരിപാടികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒപ്പം തലസ്ഥാന നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ബ്ലൂ പ്രിന്റും നരേന്ദ്രമോദി അവതരിപ്പിക്കും. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, തലസ്ഥാനത്ത് അങ്ങനെ തലൈവർ എത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷകളാണ് തലസ്ഥാനത്തിനുള്ളത്. അപ്പോൾ ഈ ബ്ലൂ പ്രിന്റിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും ഉണ്ടാകുക? ഒപ്പം ഈ മോദി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ വിനീഷ്? അശ്വതി, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഇവിടെയാണ് മോദി നാളെ 10:40 എത്തുക. അതിനുള്ള ഒരുക്കങ്ങൾ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് പഴുതടിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് സംവിധാനങ്ങൾ, SPG അടക്കമുള്ള മറ്റു എല്ലാ സുരക്ഷാ സേനാ സംവിധാനങ്ങളൊക്കെ നടത്തുന്നത്. എന്തായിരുന്നാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരുക്കങ്ങൾ ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. കാരണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. മറ്റൊന്നും കൊണ്ടല്ല, വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ആ എത്തുന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ വേദിയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും എനിക്ക് പുറകിലായി കാണാം, പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി പൂർണ്ണമായും തലസ്ഥാന നഗരി അല്ലെങ്കിൽ പത്മനാഭൻ്റെ മണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എനിക്ക് പുറകിലായി നിരവധി കവാടങ്ങൾ, പ്രത്യേകിച്ച് മോദിയെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ, ബാനറുകൾ എല്ലാം തന്നെ നഗരത്തിൽ പൂർണ്ണമായും കൊടിത്തോരണങ്ങളൊക്കെ കെട്ടി വലിയ ആഘോഷപൂർണ്ണമായ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണത്തിലേക്ക് എത്തുന്നു. BJP ഭരണത്തിലെത്തിയതിന് ശേഷം പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയുടെ മുഖം തന്നെ മാറ്റുന്ന തരത്തിലുള്ള പുത്തൻ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ പ്രഖ്യാപനം നടത്തും. ആ പുത്തൻ പദ്ധതികളുടെ പ്രഖ്യാപനത്തിൽ തന്നെയാണ് തലസ്ഥാന നഗരിയിലെ അനന്തപുരിയിലെ ഓരോ ജനങ്ങളും കാത്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് എന്തായിരുന്നാലും ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി 2 പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. ഒന്ന്, പൊതുപരിപാടിയായി BJP പ്രവർത്തകർ പങ്കെടുക്കുന്ന പൊതുപരിപാടിയിലും, മറ്റൊന്ന് റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ്. റെയിൽവേയുടെ നേതൃത്വത്തിൽ അമൃത് ട്രെയിൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ CSIRൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി. ഇതേ വേദിയിൽ തന്നെ, റെയിൽവേ ഒരുക്കിയിരിക്കുന്ന വേദിയിൽ തന്നെയാണ് CSRൻ്റെ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുന്നത്. ഒപ്പം തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഈ റെയിൽവേയുടെ വേദിയിൽ വെച്ച്, റെയിൽവേ ഒരുക്കിയിരിക്കുന്ന വേദിയിൽ വെച്ച് നടക്കും. സമാനമായ രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 2 വലിയ തരത്തിലുള്ള വേദികളാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ 2 വേദികൾ ഒന്ന് പറയുന്നത്, ഒന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഈ BJP പ്രവർത്തകർക്ക് എത്താനായി, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രഖ്യാപനം ആ വേദിയിൽ നിന്നായിരിക്കും നടക്കുക. അടുത്ത് സമാനമായ രീതിയിൽ റെയിൽവേയുടെ നേതൃത്വത്തിൽ ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. അവിടെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളാണ്. ആ ഔദ്യോഗിക പരിപാടികൾ അവിടെ നടക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതോടെ CSIRൻ്റെയും ഒപ്പം തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒപ്പം തന്നെ റെയിൽവേയുടെയും പുതിയ ട്രെയിനുകളുടെയൊക്കെ ഉദ്ഘാടനം തന്നെയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. എന്തായിരുന്നാലും വലിയ ഒരുക്കങ്ങൾ നടന്നിരിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരക്ഷകൾ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. തീർച്ചയായും വിനീഷ്, ഭാരതത്തിന്റെയും കേരളത്തിന്റെയും മുഴുവൻ കണ്ണുകൾ ഈ തലസ്ഥാനത്താണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ബ്ലൂ പ്രിന്റിൽ എന്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക, എന്തൊക്കെ വികസനങ്ങളായിരിക്കും ഉണ്ടാകുക, ബ്ലൂ പ്രിന്റിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ആ നയങ്ങൾ എന്തൊക്കെ ആയിരിക്കും വിനീഷ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായോ? നിലവിലെ സാഹചര്യത്തിൽ ബൃഹത് പദ്ധതികളായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ മുഖമുദ്ര തന്നെ മാറ്റുന്ന തരത്തിൽ, മുഖം തന്നെ മാറുന്ന തരത്തിൽ, വികസനത്തിന് കുതിപ്പ് നൽകുന്ന തരത്തിലുള്ള ഒരു
നിലപാടായിരിക്കും. അത്തരത്തിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം തന്നെയായിരിക്കും പ്രധാനമന്ത്രി നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ ഏതൊക്കെ പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് പ്രഖ്യാപിക്കാൻ പോവുക എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായിരുന്നാലും നമുക്ക് നാളെ ഒരു 11 മണി വരെ ഈ ഒരു പ്രത്യേകിച്ച് അനന്തപുരിക്ക് പ്രധാനമന്ത്രി നൽകുന്ന അല്ലെങ്കിൽ BJP സർക്കാർ നൽകുന്ന സമ്മാനം എന്താണെന്ന്, ആ വികസനത്തിൻ്റെ കുതിപ്പ് എന്താണെന്ന് കാണാനായി കാത്തിരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ബൃഹത് പദ്ധതികൾ തന്നെയായിരിക്കും തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയെ മാറ്റുന്ന തരത്തിലുള്ള വികസന കുതിപ്പിന് തുടക്കം കുറിക്കുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും പ്രധാനമന്ത്രി നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ്, പ്രധാന സേവകൻ നാളെ തലസ്ഥാനത്തെത്തുമ്പോൾ ജനം ടിവിക്കും അതൊരു സുവർണ നിമിഷം കൂടിയാണ്. അതുകൂടി ഒന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമായും ഒരുക്കിയിരിക്കുകയാണ്. കാരണം പൂർണ്ണമായും തന്നെ പ്രേക്ഷകർ മുന്നിലേക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആദ്യം ആരംഭിക്കും. ആ റോഡ് ഷോ മുതൽ എല്ലാം ഒപ്പിയെടുത്ത് പ്രേക്ഷകർ മുൻപിൽ അണവിട തെറ്റാതെ കൃത്യമായി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ജനം ടി വി ഇപ്പോൾ തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടികളുടെ ഉദ്ഘാടനവും തത്സമയം ജനം ടി വി പ്രേക്ഷകരിലെത്തിക്കും. സമാനമായ രീതിയിൽ അതിനുശേഷം നടക്കുന്ന പരിപാടിയാണ് പൊതുപരിപാടിയാണ്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ആ പൊതുപരിപാടികളുടെ വികസനത്തിനായിട്ടുള്ള പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൻ്റെ പൂർണ്ണമായ തത്സമയത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാ ക്യാമറകളും ഏകദേശം 10ഓളം ക്യാമറകൾ സജ്ജീകരിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ ലൈവ് പദ്ധതിക്ക് തന്നെയാണ്, ഒരു ലൈവ് തോണിന് തന്നെയാണ് നാളെ ജനം ടി വി പ്രേക്ഷകർക്കായി നൽകുന്നത്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ കാത്തിരിക്കുന്നത് എന്താണ് നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതികൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ 45 വർഷമായി CPM ഭരിച്ചു മുടിച്ച തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് പുതിയ ഊന്നൽ നൽകുന്ന പദ്ധതികൾ എന്തായിരിക്കും. NDAയുടെ പുതിയ ഭരണം വന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച ചരിത്ര നിമിഷമുണ്ടായ സാഹചര്യത്തിൽ എന്തായിരിക്കും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതി എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുസമൂഹവും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സുവർണ നിമിഷത്തിനായി തന്നെയാണ് ജനം ടി വിയുടെ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ജനം ടി വി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന് തന്നെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അശ്വതി. വിനീഷ്, നമുക്കറിയാം കേരളം അങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു സർവീസാണ് അമൃത് ഭാരത് റെയിൽ സർവീസ്. അതിനാണ് പ്രധാനമന്ത്രി നാളെ ഫ്ലാഗ് ഓഫ് ചെയ്യുക. എന്തൊക്കെ പ്രതീക്ഷകൾ, എന്തൊക്കെ സൗകര്യങ്ങൾ പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും നേരത്തെ തന്നെ പ്രധാനമന്ത്രി വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ കേരളത്തിന് സമ്മാനം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ റെയിൽവേയുടെ വികസന കുതിപ്പിന് തന്നെ ആക്കം കൂട്ടുന്ന തരത്തിൽ നിരവധി ട്രെയിനുകൾ കേരളത്തിൽ അവതരിപ്പിച്ചു, രാജ്യത്തുടനീളം അവതരിപ്പിച്ചു. അതിന് സമാനമായ രീതിയിലുള്ള മറ്റൊരു ട്രെയിന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ട്രെയിനിൻ്റെ ഉദ്ഘാടനം അത് പ്രധാനമന്ത്രി നാളെ എനിക്ക് പുറകിലായി കാണുന്ന റെയിൽവേ ഒരുക്കിയിരിക്കുന്ന ഒഫീഷ്യൽ പരിപാടി, ഔദ്യോഗിക പരിപാടിയുടെ വേദിയിലെത്തി അതിൻ്റെ ഉദ്ഘാടനം ചെയ്യും. സമാനമായി കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള വിവിധ ഘട്ടത്തിലുള്ള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പരിപാടികളുടെ ഉദ്ഘാടനങ്ങൾ പ്രധാനമന്ത്രി ഇതേ വേദിയിൽ തന്നെ നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കേരളത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള കൂടുതൽ ട്രെയിനുകൾ, യാത്രാ സൗകര്യങ്ങൾ സുഗമമാക്കുന്ന കൂടുതൽ ട്രെയിനുകളുടെ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ തന്നെ നാളത്തെ പ്രധാനമന്ത്രിയുടെ ഈ ഔദ്യോഗിക പരിപാടിയിലുണ്ടാകും. അതിനുശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന തൊട്ടടുത്തായിട്ട് തന്നെയാണ് മറ്റൊരു വേദി ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് എത്താനും BJP പ്രവർത്തകർക്ക് എത്താനും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് എന്തായിരിക്കും വികസനത്തിനായി വികസനത്തിനായി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന പദ്ധതികൾ, അതിനായി കാത്തിരിക്കാനുള്ള ആ ഒരു വേദിയിലേക്ക്, പ്രത്യേകിച്ച് 2 തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് 2 വേദികളാണ് ഈ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വേദി എന്ന് പറയുന്നത് ചെറിയൊരു വേദിയാണ്. ആ വേദിയിൽ പ്രധാനമന്ത്രി ആദ്യം 10:40 റെയിൽവേയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം, പുതിയ ട്രെയിനിൻ്റെ ഉദ്ഘാടനം നടത്തും.
അതിനുശേഷം CSR ഒപ്പം തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നടത്തും. അതിനുശേഷമായിരിക്കും തൊട്ടടുത്ത് ഒരുക്കിയിരിക്കുന്ന വലിയ തരത്തിലുള്ള ഒരുക്കിയിരിക്കുന്ന വലിയ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുക. അവിടെയാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക, ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. ആ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന നിമിഷത്തിനായി തന്നെയാണ് ഓരോരുത്തരും കാത്തു നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അനന്തപുരി. ആവേശത്തിലാണ് അനന്തപുരി നിവാസികളൊക്കെ തന്നെയും. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതിന്റെ തത്സമയ കവറേജ്, ഒരു ലൈവത്തോൺ തന്നെയാണ് ജനം TV പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ളത്.